ഫൈസൽ മുസ്ലിയാർ ദൗറ ഇൽമിയിലെ മെമ്പറാണെന്നുള്ളതിലേക്ക് ചോദിക്കുക. KJന്റെ ഇവിടെ ഈ നേരത്തെ ശിർക്കാരോപണമാണെന്നുള്ളത് തെളിയിച്ചപ്പോൾ ഇവിടെ പലർക്കും, എനിക്ക് മാത്രമല്ല പലർക്കും ഉണ്ടായൊരു സംശയമാണ്. എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്, ഇത്രയും ഗൗരവതരമായ തൗഹീദും ശിർക്കും വേർതിരിക്കുന്ന വിഷയമായിട്ടും കൂടി കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ ബുക്ക് 2 പ്രാവശ്യം ഇറക്കിയിട്ടും അതിൽ ഈ ആയിബാദം ഈ ജിന്ന് വിവാദം ജിന്നോടുള്ള സഹായതായിട്ടും വന്നിട്ടേ ഇല്ല. അതെന്തുകൊണ്ട് അത്രയും ഗൗരവതരമായ ശിർക്കിൻ്റെ വിഷയമായിട്ടും മുവാഹിദുകളുടെ ഇടയിൽ മുജാഹിദുകളുടെ ഇടയിൽ ഇത്രയും ശിർക്കാരോപണം ആണെന്നും അല്ലാന്നും ഉള്ള തർക്കം വന്നിട്ടും ജംഇയ്യത്തുൽ ഉലമയിൽ ഇത് ചർച്ചയ്ക്ക് വന്നിട്ടില്ലേ? ഒന്ന് അത് മാത്രമല്ല, അതിൻ്റെ 19ാമത്തെ പേജിൽ നേരത്തെ ഇവിടെ കാണിച്ചമായി തന്നെ ഇത് വെറും ആരോപണമാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ ജംഇയ്യത്തിൻ്റെ ഉള്ളിൽ ചർച്ച ചെയ്യാതെ നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങിയിട്ടത് വിഷയം ആക്കിയതാണോ യാഥാർത്ഥ്യം, അതല്ല KJന്റെ ഉള്ളിൽ ചർച്ച വന്നിട്ടുണ്ടോ ഒന്ന്. രണ്ടാമത്തത്, ഈ KJന്റെ മുമ്പിൽ ഫൈസൽ മുസ്ലിയാരും ഹനീഫ് കായക്കൊടിയും കൊടുത്ത പ്രബന്ധത്തിൽ ഇത് ജിന്നിനോടുള്ള സഹായതേട്ടം വസീലത്ത് ശിർക്കും ഹറാം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വന്ന വിവരം. പക്ഷെ അതിന് പകരമായി KJന്റെ ഫത്വ വന്നപ്പോൾ അതിൽ കാണുന്നത് ശിർക്കാണെന്നാണ്. അപ്പോൾ അതൊന്ന് വിശദീകരിക്കണം എന്നാണ്. യഥാർത്ഥത്തിൽ KJUവിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഇപ്പോൾ KJU എന്നുള്ള ശരിക്ക് ജംഇയ്യത്തുൽ ഉലമ പണ്ഡിതന്മാരുടെ സഭ, 300ഓളം മെമ്പർമാരുള്ളതാണ് KJU. 300ഓളം പണ്ഡിതന്മാരെന്ന് പറയാൻ പറ്റില്ല, കാരണം പണ്ഡിതന്മാർ നമ്മളാരും പണ്ഡിതന്മാരല്ല, നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പണ്ഡിതന്മാർ എന്നുള്ള പദം തന്നെ നമുക്ക് പ്രയോഗിക്കാൻ വകുപ്പില്ല. പണ്ട് മടവൂര് പോയപ്പോൾ ഗൾഫിൽ അയാൾ കൂടെ ഒരു ഇത് കൊടുത്തു, കേരളത്തിൽ 150 ആലിമീങ്ങൾ എൻ്റെ കൂടെയാണ് എന്ന്. അപ്പോൾ ഓർക്ക് അത്ഭുതം, ഈ 150 ആലിമീങ്ങളുണ്ടായിട്ട് പിന്നെ ഓരോ ലോകത്തെവിടെയും കാണുന്നില്ല, എവിടെ ഓരൊക്കെയെന്ന് വെച്ച്. കാരണം ഞങ്ങൾ സൗദിയിൽ 4-5 ആളെ ആലിമീങ്ങളുള്ളൂ, നിങ്ങളുടെ നാട്ടിൽ 150 ആലിമീങ്ങളോ എന്നാ പോലും ചോദിച്ചത്. അപ്പം 150 ആലിമുണ്ടെങ്കിൽ ലോകം മൊത്തം നന്നാക്കാൻ പോലും മതി. അപ്പോൾ ഓരോ ഇബ്നു ബാസിനെയും അൽബാനിനെയും ഷെയ്ഖ് ഉസൈമീനൊക്കെയാണ് ഓരോ ആലിമായി കാണുന്നത്, മറ്റൊന്നും ആലിമായി കാണില്ല. അപ്പം 150 അല്ല, നമ്മുടെ നാട്ടിലെ ആലിമീങ്ങൾ തന്നെ വിളിച്ചത്. പിന്നെ ചിലർക്ക് തോന്നി ലോകത്തുള്ളവർക്കൊക്കെ വലിയ ആലിമീങ്ങൾ കേരളത്തിലുണ്ട് എന്ന്, അത് വേറെ വിഷയം. ഏതാവട്ടെ, അപ്പം 150 അംഗങ്ങൾ അല്ല 300ഓളം അംഗങ്ങളാണ് KJUവിൽ ഉള്ളത്. ഇത് ഭരണരംഗത്ത് 2 സമിതിയാണ്, ഒന്ന് ജനറൽ ബോഡി, മറ്റൊന്ന് അതിൻ്റെ എക്സിക്യൂട്ടീവ്. ജനറൽ ബോഡിക്കാണ് കൗൺസിൽ എന്ന് പറയുക. പിന്നെ ഇതിന് പുറമെ വൈജ്ഞാനിക രംഗത്ത് 3 സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഇതിൻ്റെ ഉന്നത സമിതി, നമ്മുടെ മുതിർന്ന പണ്ഡിതന്മാർ. അപ്പോൾ ഒന്ന് ഉന്നത സമിതി, നമ്മുടെ മുതിർന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരുമായ നമ്മുടെ AP TP അബ്ദുറഹ്മാൻ സലഫി, പറപ്പൂര് MM മദനി അടക്കമുള്ള നമ്മുടെ മുതിർന്ന നേതാക്കന്മാർ ഉൾക്കൊള്ളുന്ന സമിതി. രണ്ടാമത് ഇതിൻ്റെ ഒരു ഗവേഷക ബോഡി, അതായത് അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങൾ പഠിക്കാനുള്ള ഒരു സമിതി, 14 അംഗ ടീം. അത് ഇന്ന് ദഅ്വാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വാദപ്രതിവാദങ്ങൾക്കും മറുപടികൾക്കും എല്ലാം പോകുന്ന നമ്മുടെ പ്രബോധകന്മാർ. അവർക്കാണല്ലോ ഇപ്പോഴത്തെ കറണ്ട് പൾസ് മനസ്സിലാവുക. ഓലാണ് സ്വാഭാവികമായിട്ടും സുന്നാളെ സീഡിയും കേൾക്കും, ജമാഅത്തെ സീഡിയും കേൾക്കും, മടവുചാലത്തും കേൾക്കും, ഓരോ പുസ്തകവും വായിക്കും. ഇതെല്ലാം ചെയ്യുന്ന ടീം ഈ 14 അംഗ സമിതി. ഞങ്ങളൊക്കെ അതിൽ അംഗങ്ങളാണ്. അതിൽ ജബ്ബാർ മൗലവിയുണ്ട്, സക്കരിയ സ്വലാഹി ഉണ്ട്, ഹനീഫ് കായക്കൊടിയുണ്ട്, അനസ് മുസ്ലിയാരുണ്ട്, ഞാനുണ്ട്, മുനീർ മദനിയുണ്ട്, അബ്ദുറഹ്മാൻ അൻസാരിയുണ്ട്, ഷാഫി സ്വലാഹി ഉണ്ട്, കരുവമ്പൊയിലുണ്ട്, അബ്ദുൽ ഖാദർ കുണ്ടോട്ടിയുണ്ട്. ഇങ്ങനെയുള്ള 14 ആളുകൾ. ഐതിഹ്യങ്ങളുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. ഇങ്ങനെ 14 ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതി. അവരാണ് ശരിക്കും വിഷയങ്ങൾ കൈകാര്യം ചെയ്യല്. ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഇനി ഇല്ലെങ്കിലും മാസത്തിൽ ഒരിക്കൽ ഇവർ ഒരുമിച്ച് കൂടും ജാമിയ സലഫിയയിൽ പുളിക്കലിൽ. എന്നിട്ട് ഓരോ വിഷയം തിരഞ്ഞെടുത്ത് ആ വിഷയത്തിൽ കിതാബുകൾ വെച്ചുകൊണ്ട് കൃത്യമായി എല്ലാവരും ചർച്ച ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഷെയർ ചെയ്യുകയും അതൊരു പ്രബന്ധമാക്കി തയ്യാറാക്കി മറ്റ് ഈ ഉന്നത സമിതിയുടെയും കൂടെ അവരും ഒന്നിച്ചു കൂടുന്ന ഒരു സദസ്സിൽ വെച്ച് ഈ പ്രബന്ധം അവതരിപ്പിക്കുകയും അതിലേക്ക് വല്ല തിരുത്തലോ കൂട്ടലോ കുറക്കലോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരെ കൂടി നിർദ്ദേശിക്കുകയും അതും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ പ്രബന്ധം ഒന്നുകൂടെ തർത്തീബാക്കുകയും ചെയ്യും. മൂന്നാമത്തെ സമിതി ഖതീബുമാരും അതേപോലെ നമ്മുടെ ഈ ദഅ്വാ രംഗത്ത് വളർന്നു വരുന്ന ആളുകളുമായ ആളുകൾ, ക്ലാസ് എടുക്കാനും കുറച്ചൊക്കെ പ്രസംഗിക്കാനും പോകുന്നവർ. അവർ ബാക്കി മെമ്പർമാരൊക്കെ ഉണ്ട്, മെമ്പർഷിപ്പ് ഇല്ലാത്തവരും കുറച്ചാളൊക്കെ അതിലുണ്ട്. അവരെ ഒരു 6 മാസത്തിലൊരിക്കലും ഒന്ന് വിളിച്ചു കൂട്ടിയിട്ട് നമ്മൾ ഇതുവരെയുള്ള ഈ ചർച്ചയുടെ ഒരു ആകത്തുക അതൊരു പ്രബന്ധമാക്കി അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ഒരു കോപ്പി എടുത്ത് അവർക്ക് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. അതോടുകൂടി ഈ വിഷയം എന്ത് ചെയ്തു നമ്മുടെ ഫീൽഡിലേക്ക് എത്തും. ഈ ഖതീബുമാരിലൂടെയാണല്ലോ ഫീൽഡിലേക്ക് എത്താനുള്ളത്. ഇതാണ് ജംഇയ്യത്തുൽ ഉലമയുടെ സാധാരണ പതിവ്. എന്നാൽ ഈ വിഷയത്തിൽ ഈ പതിവുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല, ഈ വക ചർച്ചകളൊന്നും ഉണ്ടായിട്ടുമില്ല. ഈ സിറ്റിങ്ങിൽ മാസത്തിൽ നടക്കുന്ന ഈ ഒരു സിറ്റിങ് ദൗറ എന്ന് പറയും അതിന്. ഈ ദൗറയിൽ കഴിഞ്ഞ വർഷത്തെ ഡിസംബറിൽ
ഇക്കഴിഞ്ഞ ഡിസംബർ അല്ല, അതിന് മുമ്പ് 2011 ഡിസംബറിൽ കൂടിയ സിറ്റിങ്ങിൽ സ്വാഭാവികമായും പല സംസ്ഥാനങ്ങൾക്കിടയിൽ ഈ വിഷയം അനൗദ്യോഗികമായി കയറി വന്നു. അന്ന് വിഷയം വേറെയായിരുന്നു. ആ വിഷയത്തിനിടയിൽ ഈ സംസാരം കടന്നു വന്നു. സംസാരം വന്നപ്പോൾ അവിടെ വെച്ച് പലരോടും അഭിപ്രായം ചോദിച്ചു. നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് പലരോടും അവിടെ ചോദിച്ചു. അപ്പോൾ അന്ന് ഒട്ടുമിക്ക ആളുകളും ഈ വിഷയം അത്ര ഇതിനാഴത്തിലേക്ക് ഇറങ്ങി ആലോചിച്ചവർ അല്ല. കാരണം ആവശ്യം വന്നിട്ടില്ല. നമ്മളൊക്കെ തന്നെ ഇതിലേക്ക് ഇപ്പോഴാണ് ഇറങ്ങിയത്. ഇതിനു മുമ്പ് നമ്മളൊക്കെ ആലോചിക്കേണ്ട ആവശ്യം തോന്നിയിട്ടില്ല. പിന്നെ പ്രശ്നമായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പഠിക്കേണ്ടി വരും. അപ്പോൾ അന്ന് പലരും ഈ വിഷയം പഠിച്ചിട്ടില്ല. അപ്പോൾ ചിലർ ശിർക്ക് എന്ന് പറഞ്ഞു, ചിലർ ശിർക്കല്ല എന്ന് പറഞ്ഞു, ശിർക്കിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു. പല അഭിപ്രായങ്ങൾ അവിടുന്ന് വന്നു. ഞാനന്ന് പറഞ്ഞു, ഞാൻ ആ വിഷയം പഠിച്ചിട്ടില്ല, അവിടെ എനിക്കത് പറയാൻ കഴിയില്ല എന്ന് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. അന്ന് ഞാൻ പഠിച്ചിട്ടില്ല, അതിനെ സത്യം. അപ്പം ചെയ്യാൻ പറ്റുമോ? നമ്മൾ ചെയ്യാൻ പറ്റൂല. എന്തായിരുന്നാലും അതൊരു അപകടത്തിലേക്കുള്ള വഴിയാണ്, ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് രേഖപ്പെടുത്തി. അതാണ് ഇപ്പോൾ പന്നൂർ പിന്നെ വിചിന്തത്തിൽ എഴുതിയത് ശിർക്കല്ല എന്ന് വൈസ് മുസ്ലിം പറഞ്ഞത്. ഇങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ചർച്ച വന്നു. എങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഈ വിഷയം നമ്മുടെ ഒരു മാസത്തെ വിഷയമാക്കി മാറ്റിക്കൂടാ? ഒരു മാസത്തെ സിറ്റിങ്ങിൽ നമുക്ക് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കാമല്ലോ. എന്നിട്ട് എല്ലാവർക്കും പഠിക്കാനുള്ള വിഷയം എന്നാൽ ശരിയാക്കാം. അങ്ങനെ 2012 ജനുവരിയിലെ സിറ്റിങ്ങിലേക്ക് ഈ വിഷയം നിശ്ചയിച്ചു. എങ്കിൽ ആര് ഈ വിഷയം പ്രബന്ധം അവതരിപ്പിക്കും എന്ന ചോദ്യം വന്നപ്പോൾ അവിടെ ഏറ്റെടുക്കാൻ ആരുണ്ടായില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കാം, പക്ഷേ അനീഫ് കായക്കൂടി എന്നെ സഹായിക്കണം. ഞാനിത് 100% ആത്മാർത്ഥമായി പറയും. എനിക്കന്ന് ഇതിൻ്റെ ഉള്ളിലെ ഈ കളികളൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ മൂവർ സംഘം ഉണ്ടെന്നോ പരവർ സംഘം ഉണ്ടെന്നോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആത്മാർത്ഥമായി എനിക്ക് വിഷയം പഠിക്കാനുമായി. പിന്നെ എന്തുകൊണ്ട് കായക്കൂടി വേണമെന്ന് പറഞ്ഞു? സാധാരണ മടവൂരികൾക്കെതിരെ വേദി കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ അദ്ദേഹം. അതുകൊണ്ട് ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പക്കൽ ഒരുപാട് തെളിവുകളും മറ്റും അദ്ദേഹം ശേഖരിച്ചിട്ടുണ്ടാവും. ഞാൻ മടവൂരികളുമായി ബന്ധപ്പെട്ട ഏരിയയ്ക്ക് അധികം ഇറങ്ങാത്തത് കൊണ്ട് ആ സൈഡ് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചിരുന്നിട്ടാണ് ഈ വിഷയം തയ്യാറാക്കിയത്. 2-3 ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയി താമസിച്ചു. അദ്ദേഹം എൻ്റെ അടുക്കത്ത് ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഇരുന്നിട്ട് ആണ് ഞങ്ങളിത് തയ്യാറാക്കിയത്. അതിൻ്റെ 95% കായക്കുടിയുടെ ഭാഗത്ത് തന്നെയാണ്. കാരണം അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കുറേ ഫത്വയും മറ്റും മറിച്ചൊക്കെ അദ്ദേഹം വന്നു. അപ്പം ഞാൻ മനസ്സിലാക്കി അൽഹംദുലില്ലാ അദ്ദേഹത്തെ എല്ലാം ഉണ്ടല്ലോ, അപ്പം എനിക്ക് പണി എളുപ്പമായി എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങൾ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. ആ പ്രബന്ധമാണ് ഇത്. 18 പേജുള്ള പ്രബന്ധം. ഇത് ടൈപ്പ് ചെയ്തടക്കം അനീഫ് കായക്കുടിയാണ്. ഇത് 2011 ജനുവരിയിൽ അവിടെ സമർപ്പിച്ചു. 2012 ജനുവരിയിൽ ഇതവിടെ സമർപ്പിച്ചു. ഞാനാണ് ജമിഅത്തുൽ ഉലമയുടെ ആ സിറ്റിങ്ങിൽ ഇത് വായിച്ച് അവതരിപ്പിച്ചു. അത് അവിടെ വാങ്ങി വെച്ചു. ഇതിൽ യാ ഇബാദത്തുമായി ബന്ധപ്പെട്ട് ശിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ഇതിൽ വന്നത് യാ ഇബാദത്തയിൽ 3 പോയിന്റ് പറഞ്ഞു. ഒന്ന്, യാ ഇബാദ അഈനൂനി എന്ന ഹദീസിൻ്റെ സനദിനെക്കുറിച്ചുള്ള ദീർഘമായ ചർച്ചയ്ക്ക് ഇവിടെ മുതിരുന്നില്ല. ഈ ഹദീസ് ദുർബലമാണെന്നാണ് ഭൂരിപക്ഷ പണ്ഡിതരും അഭിപ്രായപ്പെടുന്നത്. സൂക്ഷ്മ പഠനത്തിന് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസുൽ ദഈഫ വായിക്കുക, നമ്പർ 615. എന്നിട്ട് 2, ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഇത് തെളിവല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയും അതിനുള്ള ന്യായങ്ങളും തെളിവുകളും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വഹീഹ് അല്ലെന്ന് ആദ്യം പറഞ്ഞു. സ്വഹീഹ് ആണെങ്കിൽ തന്നെ തെളിവല്ല എന്നാണ് ഇതിൽ പറഞ്ഞത്. പിന്നെ 3, യാ ഇബാദല്ലാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മലക്കുകളും ജിന്നുകളുമാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. നാം കാണുന്നില്ലെങ്കിലും അവയെ ഹാജറായി പരിഗണിക്കണം എന്നാണ് ഈ പണ്ഡിതന്മാരുടെ വീക്ഷണം. എന്നാൽ സൂക്ഷ്മവും പ്രമാണബദ്ധവുമായ അഭിപ്രായങ്ങൾ നാം നേരത്തെ വ്യക്തമാക്കുകയുണ്ടായി. 4, ബസാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ സ്ഥാനത്തിൽ ഇബാദല്ലാ എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന മലക്കുകൾ മാത്രമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ജിന്നും മലക്കും എന്ന് പറഞ്ഞവരുണ്ട്, മലക്ക് മാത്രമാണെന്ന് പറഞ്ഞവരുമുണ്ട്. അടുത്ത പോയിന്റ്, ഒരാൾ ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ നടത്തുന്ന ദിക്റിൻ്റെ ഭാഗമാണിത് എന്ന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഷെയ്ഖിൻ്റെ അഭിപ്രായം കൂടി നാം ഇതോടൊപ്പം ചേർത്ത് വായിക്കുക. ഇത് സ്വഹീഹാണെന്ന് പരിഗണിച്ചാൽ തന്നെ ഇത് അത്തരം സാഹചര്യങ്ങളിലേക്ക് മാത്രം പരിമിതവും ഹദീസിൽ വന്ന പദങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതുമാണെന്നാണ് പണ്ഡിതാഭിപ്രായം. അപ്പോൾ സ്വഹീഹാണെങ്കിൽ എന്ത് വരണം? ആ പദം പറയാം, ആ സ്ഥലത്ത് പറയാം, അതിനപ്പുറത്തേക്ക് ഇത് കൊണ്ടുപോകാൻ പാടില്ല. ഇതാണ് യാ ഇബാദത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ച പ്രബന്ധം. പിന്നെ ജിന്നുമായി സഹായം തരുന്ന വിഷയം സ്വാഭാവികമായി ഇതിൻ്റെ കൂടെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അത് വരേണ്ടതില്ലായിരുന്നു, പക്ഷേ ഇത് രണ്ടും കൂട്ടി യോജിപ്പിക്കണം എന്ന് താല്പര്യം മൂപ്പരുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അത് കൊണ്ടുവന്നു.
ഇതിൽ വ്യത്യസ്ത ഫത്വ കൊടുത്തിട്ടുണ്ട്. ഷിർക്കായ ഫത്വ കൊടുത്തു, ഷിർക്കല്ലാത്ത ഫത്വ കൊടുത്തു, ഹറാമിൻ്റെ ഫത്വയും കൊടുത്തു. അവസാനം കൊടുത്തത് ജിന്നിനോടുള്ള സഹായത്തേട്ടത്തിൻ്റെ വിശദീകരണമായി ഷെയ്ഖ് സ്വാലിഹ് ആലു ഷെയ്ഖ് നടത്തിയ ഒരു പരാമർശം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അങ്ങനെയാണ് പ്രബന്ധം അവസാനിക്കുന്നത്. അതെന്താ? അൽ ഇസ്തിആനതു ബിൽ ജിന്നി ഹറാമുൻ, ജിന്നോട് സഹായത്തേടൽ ഹറാമാണ്. സവാഉൻ കാനത്ത് ഇസ്തിആനതു ബിൽ ജിന്നിയിൽ കാഫിർ ശൈത്വാനി അം ബിൽ ജിന്നിയിൽ മുസ്ലിമി, മുസ്ലിം ജിന്നാവട്ടെ കാഫിറും ശൈത്താനുമായ ജിന്നാവട്ടെ രണ്ടായാലും ഹറാമാണ്. ഉദാഹരണത്തിന് ഇദ്ദത്തി അതില്ല, അതിന് പല തെളിവുമുണ്ട്. ഇതാണ് അവസാനം കൊടുത്ത ഫത്വ. അതോടുകൂടി പ്രബന്ധം അവസാനിക്കുകയുമാണ്. ഇതവിടെ കൊടുത്തു, ഇതവിടെ വാങ്ങി വെച്ചു. കഴിഞ്ഞ 2012 ജനുവരിയിൽ അന്നത്തോടു കൂടി മാസാന്ത സിറ്റിംഗ് അവസാനിക്കുകയും ചെയ്തു. പിന്നത്തെ ഈ 12 മാസം, ഒരു കൊല്ലമായിട്ട് പിന്നെ ആ സിറ്റിങ്ങേ ഉണ്ടായിട്ടില്ല. ഇത് വാങ്ങി വെച്ചിട്ട് പിന്നെ കൂടിയ അവരുടെ ഒരു എക്സിക്യൂട്ടീവ് യോഗത്തിലാണിത് ഷിർക്ക് തീരുമാനിച്ചത്. അതാണ് പിന്നീട് സർക്കുലറായി യൂണിറ്റിലേക്ക് വന്നതും. അപ്പം ദൗറയിൽ അത് പറഞ്ഞിട്ടില്ല. ശേഷം വന്ന അവരെ മീറ്റിങ്ങിൽ തീരുമാനിച്ചു ഷിർക്ക് തന്നെയാണ്. എക്സിക്യൂട്ടീവ് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ സലഫിയുണ്ട്, എം എം മദനിയുണ്ട്, പിന്നെ അബ്ദുൾ റസാഖ് വാക്കവിയുണ്ട്, മായിൻകുട്ടി സുല്ലമിയുണ്ട്. ഇതൊക്കെയാണ് എക്സിക്യൂട്ടീവ്. ആ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു ഷിർക്ക് തന്നെയാണ്. ഒരു പണ്ടേ തീരുമാനിച്ചിട്ടുണ്ട്. അത് സർക്കുലറായി അയച്ചെന്നു. അതോടെ കൊണ്ട് ആയിരിക്കാം 12 മാസമായി പിന്നെ മാസാന്ത സിറ്റിംഗ് ഉണ്ടായില്ല. ഫെബ്രുവരിയിൽ പിന്നെ കൂടി, വിട്ടുപോയതാണ്, ഫെബ്രുവരിയിൽ പിന്നെ കൂടി. പക്ഷെ അന്ന് ഹാജർ വളരെ കുറവായി, ഞങ്ങൾ കുറച്ചാളെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ബഷീർ സലഫി പൂളപ്പോയി ചോദിച്ചു, കഴിഞ്ഞ ദൗറയിൽ തീരുമാനിച്ചത് പ്രകാരമല്ലല്ലോ ഇപ്പം തീരുമാനം വന്നത്, ദൗറയിൽ ഷിർക്ക് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഷിർക്ക് എന്നായി മാറി എന്ന് ബഷീർ സലഫി പൂളപ്പോയി ചോദിച്ചു. അപ്പോൾ അഹമ്മദ് മദനി നീച്ചു നിന്നിട്ട് പറഞ്ഞു, അതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞ വിഷയം വെറുതെ വസ്വാസം ഉണ്ടാക്കുക, ഇരിക്കവിടെ എന്ന് പറഞ്ഞ് 4 ഒച്ചട്ടാണ് അവിടെ ഇരുത്തി. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ 12 മണിക്ക് പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇതാണ്ടായി. അതിന് ശേഷം പിന്നെ ഇതുവരെ ആ ദൗറ ഉണ്ടായില്ല. ദൗറ ഉണ്ടായ സ്വാഭാവികം ചെയ്യും, ഈ പണ്ഡിതന്മാർക്ക് വീണ്ടും ഒരുമിച്ച് കൂടും. അപ്പോൾ വീണ്ടും ചർച്ച വരും. അപ്പോൾ ഒരുമിച്ച് കൂടാൻ വേദി തന്നെ ഇല്ലാതാക്കി. വേറെ എവിടെ ഒരുമിച്ച് കൂടിയാൽ ഗ്രൂപ്പ് മീറ്റിംഗ് ആയി വ്യാഖ്യാനിക്കും ചെയ്യും. വേറെ എവിടെയും കൂടിയാൽ ഗ്രൂപ്പ് മീറ്റിംഗ് ആയി. എന്നാൽ ഇവിടെ കൂടാൻ ചാൻസ് ഉണ്ടോ? അതിട്ടില്ല താനും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എക്സിക്യൂട്ടീവ് കൂടും, ഓരോ തീരുമാനം വരും. എന്നിട്ട് എന്ത് ചെയ്യും? അത് KJയുടെ തീരുമാനം എന്ന് പറയും. യഥാർത്ഥത്തിൽ ഇപ്പോൾ KJയുടെയും KNMൻ്റെയും ബോഡി, എക്സിക്യൂട്ടീവ് ബോഡി എടുത്താൽ ഏകദേശം ഒരേ ആളുകളാണ്, കാര്യമായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ മുജാഹിദ് സെൻ്റർ യോഗം കൂടിയാൽ KNMൻ്റെ യോഗമായി, പുളിക്ക യോഗം കൂടിയാൽ ജമിയത്തുലമയുടെ യോഗമായി. മുജാഹിദ് സെൻ്റർ യോഗം കൂടുമ്പോൾ TP അധ്യക്ഷനായിരിക്കും, സെക്രട്ടറി AP മിക്കവാറും ഉണ്ടാവില്ല. അപ്പോൾ അബ്ദുറഹ്മാൻ സലഫി സ്വാഗതം പറയും, മൂപ്പിലേക്കും കൈകാര്യം ചെയ്യാം. MM മദനി പുറത്തവിടെ സദസ്സിലുണ്ടാവും ചെയ്യും. എന്നിട്ട് ചർച്ച ചെയ്യും. അപ്പോൾ തീരുമാനം വരും, നമുക്കിത് ജമിയത്തുലമയോട് ആവശ്യപ്പെടാം. അപ്പോൾ അത് മിനിറ്റ്സിൽ എഴുതി ജമിയത്തുലമയ്ക്ക് കത്തയക്കും. പിന്നത്തെ ആഴ്ച പുളിക്ക യോഗം ചേരും. അധ്യക്ഷൻ TP, കാരണം ഉമരി വരില്ല. സ്വാഗതം MM മദനി, അബ്ദുറഹ്മാൻ സലഫിയോട് ഉണ്ടാവും. എന്നിട്ട് വായിക്കും, KNMൻ്റെ കത്ത് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ നമുക്ക് പ്രാമാണികമായ തീരുമാനത്തേക്ക് എത്തണം. അപ്പോൾ ചർച്ച ചെയ്ത് തീരുമാനത്തേക്ക് എത്തി. അത് KNMന് മറുപടി എടുക്കും. അപ്പം എന്തായി? KNM വൈജ്ഞാനികമായ തീരുമാനം ജമിയത്തുലമ ആവശ്യപ്പെട്ടു, ജമിയത്തുലമ അത് തീരുമാനം തന്നു. അപ്പോൾ KNMും KJയും ഐക്യ കണ്ടിന് അംഗീകരിച്ചു. ഇതാണ് കുറേ കാലമായിട്ട് ഇപ്പം നടക്കുന്നത്. പേരെന്താണ്? KJ പറഞ്ഞില്ലേ, KNM പറഞ്ഞില്ലേ എന്നാ. എന്നാൽ ഈ KNMനും KJനും മറ്റു മനുഷ്യന്മാരോ അതൊന്നും ഇതിൽ ഇടപെടണില്ല, വരുന്നില്ല. ഈ സമ്മേളനത്തിന് ഒരാഴ്ച മുമ്പ് MM മദനിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് സാർ ആ സിറ്റിംഗ് ഒന്ന് രണ്ടാമത് തുടങ്ങണമല്ലോ, ഇൻഷാ അല്ലാഹ് സമ്മേളനം കഴിയട്ടെ എന്നപ്പനോട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് ഇപ്പം സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ ദൗറയിൽ അവതരിപ്പിച്ച പ്രബന്ധം ഇതാണ്, അതിൽ ഇതാണ് പറഞ്ഞത്. പിന്നെ സഹായം ചോദിക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ ഷിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെവിടെ പറഞ്ഞത്? അതിന് ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഇതിൽ പഠനവിധേയമാക്കിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞെന്താ? ദുആഉം അതിൻ്റെ പര്യായങ്ങളായി വരുന്ന ഇസ്തിആന, ഇസ്തിഗാസ, ഇസ്തിആദ എന്നിവയും അല്ലാഹു അല്ലാത്ത ആരോടും മനുഷ്യൻ, മലക്ക്, ജിന്ന് നടത്താൻ പാടില്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ദുആഉം അതിൻ്റെ പര്യായമായി വരുന്ന ഇസ്തിആനയും പറഞ്ഞത്. അപ്പം അല്ലാത്തതോ അതിൽ വ്യത്യാസം ഉണ്ട് അർത്ഥം. അത് ഈ പറഞ്ഞത് നമുക്കാർക്കും തർക്കവുമില്ല. അപ്പം ഇതാണ് അവിടെ സംഭവിച്ചത് എന്ന് സൂചിപ്പിക്കുക. പിന്നെ ഈ പുസ്തകത്തിൻ്റെ കാര്യം, ഇത് യഥാർത്ഥത്തിൽ ജമിയത്തുലമ അങ്ങനെ ഒരു ഔദ്യോഗികമായി കൂടുതൽ ചെറുക്കിയ ബുക്കല്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതിലേ സംസാരിച്ചപ്പോഴും ജമിയത്തുലമയുടെ പേരിൽ ഇറങ്ങിയ പുസ്തകം എന്ന് പറഞ്ഞത് ഇത് വെറുതെ അറിയില്ല. ഇത് ഞങ്ങൾ ആ പറഞ്ഞ സിറ്റിങ്ങിൽ, ഈ പറഞ്ഞ ജനുവരിയിലെ സിറ്റിങ്ങിലോ ഫെബ്രുവരി എനിക്ക് ഓർമ്മയില്ല, ഒന്നുകിൽ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി, ആ സിറ്റിങ്ങിൽ കുണ്ടോട്ടിയിലെ
നമ്മളെ ഖാദർബായി പറഞ്ഞു, ഇങ്ങനെ പുസ്തകം ഇറങ്ങുന്നുവെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി ഇത് ഇറങ്ങുന്നതിന് മുമ്പ് ഈ ജമിയത്തുലമ മെമ്പർമാർക്ക്, ചുരുങ്ങിയ പക്ഷം ഈ ദൗറയിലെ ഈ മെമ്പർമാർക്കെങ്കിലും അതിൻ്റെ കോപ്പി തരണം. ഓരൊക്കെ വായിച്ചു നോക്കി ഓർക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പരിഗണിക്കണം പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ്. കാരണം ഇതൊരു വ്യക്തി എഴുതുന്ന പുസ്തകമല്ലല്ലോ, ഇത് ഒരു സംഘടന എഴുതുന്ന പുസ്തകമല്ലേ. പുറത്തിറങ്ങിയ ശേഷം പിന്നെ ഒരു അബദ്ധം ഉണ്ടായി എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പുസ്തകം ഇറങ്ങുന്നു കേട്ടു, ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇറക്കുന്നതിന് മുമ്പ് ഒരു കോപ്പി എല്ലാവർക്കും തരണം. അപ്പോൾ എം പറഞ്ഞു അത് പ്രസ്സിൽ കൊടുത്തു കഴിഞ്ഞു പറഞ്ഞു. അപ്പം അതിന് മുമ്പ് എഴുതലും കഴിഞ്ഞിട്ടുണ്ട്, പ്രസ് കൊടുക്കലും കഴിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചേലേമ്പ്ര പരിപാടി വെച്ചിട്ട് പൈങ്ങോട്ടൊരു പരിപാടി വെച്ചിട്ട് അതിൻ്റെ പ്രകാശനം ഉണ്ടായത്. അപ്പോൾ അതാണ് പുസ്തകത്തിൻ്റെ കഥ. അപ്പോൾ പിന്നെ മനസ്സിലായത് അത് 3 ആൾ കോഴിക്കോട് മെട്രോ ടവറിൽ റൂം എടുത്തിട്ട് ഇരുന്ന് എഴുതിയതാണ്. ജമിയത്തുലമയുടെ പേരിൽ പുറത്തിറങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ ഒരുപാട് അബദ്ധം. അപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ അതിൽ ഉത്തരവാദപ്പെട്ട മെമ്പർമാർ നിലയ്ക്ക് നമുക്കൊരു ബാധ്യത ഉണ്ടല്ലോ. അങ്ങനെ ഒരുപാട് ആളുകൾ കൂടി ഒരു കത്തുണ്ടാക്കി, ഇതിലുള്ള അബദ്ധങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു കത്തുണ്ടാക്കി എം മദനിക്കും അതേപോലെ ഉമരിക്കും AP-ക്കും TP-ക്കും ഔദ്യോഗികമായി കൊണ്ടുപോയി കൊടുത്തു. ഈ പുസ്തകത്തിൽ കുറേ അബദ്ധങ്ങളുണ്ട്, പ്രമാണവിരുദ്ധമായതുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുത്തു. ഷാഫി സ്വലാഹിയാണ് അത് കൊണ്ടുപോയി കൊടുത്ത ആൾ. 38 ആളിൽ ഒപ്പിട്ടു. അതാണ് പിന്നെ എറണാകുളത്ത് നിന്ന് ഒരാൾ പറഞ്ഞത് 38 പോത്തുകൾ ഒരു എഴുത്തുമായി വന്നിട്ടുണ്ട് പറഞ്ഞു. ഈ 38 ആളിൽ അബ്ദുൽ സുലൈമാൻ ആമയൂരുണ്ട്, സുഹൈർ ചുങ്കത്രയുണ്ട്. ഇങ്ങനെയുള്ള നമ്മുടെ മുതിർന്ന പണ്ഡിതന്മാരും പ്രബോധകന്മാരും ഒക്കെ ഉള്ള ഒരു സമിതിയെ പറ്റിയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ശേഷം വീണ്ടും ഇപ്പോൾ എഴുത്തു കൊടുത്തു. ഈ പുസ്തകത്തിൽ രേഖാമൂലം ഞാൻ ആരും പരാതി പറഞ്ഞിട്ടില്ല എന്ന് ഇനിയും പറയണ്ടായിരുന്നിട്ട് ഒരു 70ഓളം ആളുകൾ കൂടി ഒപ്പിട്ടിട്ട് വീണ്ടും കൊടുത്തു. അതിൽ കൊടുത്തെന്താണ്? ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കെല്ലാം ഉണ്ട്, അതുകൊണ്ട് ഇതിന് ഒരു ചർച്ചയ്ക്ക് ഞങ്ങളെല്ലാം വിളിക്കണം എന്ന് പറഞ്ഞ് എഴുത്ത് കൊടുത്തു. ഒരു ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞ് എഴുത്ത് കൊടുത്തു. അതിൽ ഞാനും ഒപ്പിട്ടിട്ടുണ്ട്. അതോടെ വാങ്ങിച്ചു ഇൻഷാ സമ്മേളനം കഴിയട്ടെ എന്ന് പറഞ്ഞ് വെച്ചിട്ടാണ് ഇതുവരെ പിന്നെ വിളിച്ചിട്ടില്ല. ഇനി വിളിക്കേണ്ടി വരില്ല. കാരണം എന്താ, മിക്കവാറും ഒക്കെ ഇങ്ങനെ പിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ പിരിച്ചിട്ട് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. 2-3 ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് സംഘടനയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതിന് എന്തും പറയാനും എന്തും പ്രചരിപ്പിക്കാനും തയ്യാറാകുന്നു. അപ്പോൾ അവരെ കൈകളിൽ നിന്ന് സംഘടനയെ രക്ഷപ്പെടുത്തണം. അവരെ കൈകളിൽ നിന്ന് KJയും KNM രക്ഷപ്പെട്ടു പോരണം. 100% ആത്മാർത്ഥമായ നിഷ്പക്ഷമായ ചർച്ചകൾ ഈ രംഗത്തുണ്ടാവണം. എന്നിട്ട് എന്താണോ പ്രമാണം പറയുന്നത് അത് എല്ലാവർക്കും അംഗീകരിക്കാം. അതാണ് ഹുസൈൻ സലഫി സമ്മേളനത്തിൽ പറഞ്ഞത്. ഈ കാലം വരെ ലോക സലഫി പണ്ഡിതന്മാർ പറഞ്ഞ മറുപടി ഉണ്ട് ഒരു സ്ഥലത്ത്. ആ മറുപടി നമുക്ക് അംഗീകരിക്കാമോ? എങ്കിൽ നമ്മളെല്ലാവരും അതിൽ യോജിക്കുക. ഇനി അത് അംഗീകരിക്കുന്നതിന് അപകടമുണ്ടോ എങ്കിൽ നമുക്ക് ഇനിയും ചർച്ച നടക്കട്ടെ. എന്നിട്ട് എന്താണോ നമ്മൾ എത്തിപ്പെടുന്ന തീരുമാനം അതിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോകാമല്ലോ. അതിനാണ് പിന്നെ ആ പോലത്തെ അദ്ദേഹത്തെ ആക്രോശിച്ച് അദ്ദേഹത്തെ ഏർപ്പാക്കിയത്. അപ്പം ഇതിലൊന്നും ആ നിലക്കുള്ള ഒരു നിഷ്പക്ഷമായ ചർച്ചകളും പഠനങ്ങളും നടന്നിട്ടില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്.